Welcome back to emegix. Emegix in a പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് iOS 14ന്റെ പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് iOS 14 റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആപ്പിൾ പുതിയതായിട്ട് നമുക്ക് തന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എല്ലാ ഫീച്ചേഴ്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടിപ്പിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമുക്ക് നമ്മുടെ ഹോം സ്ക്രീൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരുപാട് പേജസ് ഉണ്ട്. ഇതൊക്കെ ഹോം സ്ക്രീനിലുള്ള പേജസ് ആണ്. ഇതൊക്കെ ഞാൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പേജ് ഇങ്ങനെ നിറയാണ്. അപ്പം ഞാനിത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അപ്പം ഞാനിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ പല സമയങ്ങളിലും അതിന് മടിയായിട്ടായിരിക്കാം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോൾ iOS 14 അതിനായിട്ടൊരു പുതിയ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് ആപ്പിൾ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് തരും. ഇതേപോലെ ആപ്പ് ലൈബ്രറി എന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ആപ്പിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഇവരിവിടെ കാറ്റഗറൈസ് ചെയ്ത് തരും. അതായത് സോഷ്യൽ, ക്രിയേറ്റിവിറ്റി, യൂട്ടിലിറ്റീസ്, എൻ്റർടൈൻമെൻറ്റ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫിനാൻസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തരും. അപ്പം എനിക്ക് ആ ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ലാതായി. ഓക്കെ, ഇനി മറ്റൊരു സംഭവം, ഇവിടെ ഇപ്പോൾ എനിക്ക് ഇതേപോലെ അല്ലാതെ ഒരു ജയൻറ്റ് ലിസ്റ്റ്, ആൽഫബറ്റിക് ഓർഡറിൽ ഒരു ജയൻറ്റ് ലിസ്റ്റ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ഫ്ലിപ്കാർട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് FL അടിക്കുമ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ട് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പഴയ ആപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനിലൊന്ന് ലോങ് പ്രസ് ചെയ്യാം ഇതേപോലെ. എന്നിട്ട് ഈ ജിഗിൾ മോഡിലൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പം ഇതിൽ ഹോം സ്ക്രീനിൽ കാണുന്ന പേജുകളാണ് ഇവിടെ കാണുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഈ ഒരൊറ്റ പേജ് മാത്രമാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ ബാക്കിയുള്ള പേജൊക്കെ അൺടിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരൊറ്റ പേജ് മതി എനിക്ക്. എന്നിട്ട് ഡൺ കൊടുക്കുക. ഇപ്പോൾ ഈ ഒരൊറ്റ പേജ് ഇവിടെ കാണുള്ളൂ. പിന്നെ നമ്മുടെ ആപ്പ് ലൈബ്രറിയാണ് വരിക. അതിന് ഡൺ കൊടുക്കുക. ഇനി അടുത്തൊരു കൂൾ ഫീച്ചറാണ് വിജറ്റ്സ്. അതിനായിട്ട് വിജറ്റ്സ് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് വിജറ്റ്സ് അവൈലബിൾ ആണ്. കിഡിലൻ വിജറ്റ്സ് ആണ്. ഓക്കെ, കണ്ടില്ലേ, ഒരുപാട് വിജറ്റ്സ് അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ഇതിൽ വേണ്ടത് എന്തൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം. ബാറ്ററി വേണം. ഇത് ഒരുപാട് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. 1, 2, 3, 4 സൈസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ഈ ഒരു സൈസിലാണ് വേണ്ടത്. ആഡ് വിജറ്റ് എന്ന് കൊടുത്ത്. ഇനി അടുത്തൊരു വിജറ്റ് എനിക്ക് വേണ്ടത്, എനിക്ക് കലണ്ടർ വേണം. ഓക്കെ, കലണ്ടർ അത് ഇനി എനിക്ക് ഈ ഒരു സൈസ് തന്നെ മതി. കലണ്ടറും ഇത് ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. കലണ്ടർ ഇവിടെ നിൽക്കട്ടെ. എനിക്ക് ബാറ്ററി ഇവിടെ വേണ്ട. എനിക്ക് ബാറ്ററി ഇവിടെ മതി. ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്ത്. ഇനി എനിക്ക് അടുത്ത് വേണ്ടത് ക്ലോക്കാണ്. അപ്പോൾ ക്ലോക്ക് സെലക്ട് ചെയ്ത് ആഡ് വിജറ്റ് കൊടുത്തു. അയ്യോ, ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് വിജറ്റ് വന്നപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് അടുത്ത പേജിലേക്ക്, നമ്മൾ ആദ്യം കൊടുത്ത വിജറ്റ് അടുത്ത പേജിലേക്ക് പോയി. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മളെങ്ങനെ പഴയ പോലെ തന്നെ ആവില്ലേ, ഒരുപാട് പേജസ് വരും. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് ഒരു വിജറ്റിൻ്റെ മുകളിലേക്ക് അടുത്ത വിജറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാക്കായിട്ട് പ്ലേസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഈ ക്ലോക്കിനെ ഞാൻ നേരെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത് ഇനി നമുക്കിത് സ്വൈപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇതൊരു അടിപൊളി കൂൾ ഫീച്ചർ അല്ലേ? ഇങ്ങനെ അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഒരു വിജറ്റ് ഇവിടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു അടിപൊളി ഫീച്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്നെപ്പോലത്തെ ആളുകൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആകുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ആപ്പ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വിജറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അത് തികച്ചും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വിജറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കാതെ തന്നെ ആപ്ലിക്കേഷനിലുള്ള ഇൻഫർമേഷൻസ് ഒരൊറ്റ ഗ്ലാൻസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിജറ്റ്സ് യൂസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ ബാക്കിൽ പുതിയൊരു ബട്ടൺ പ്ലേസ് ചെയ്താലോ? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ ആക്സസിബിലിറ്റി ഓപ്പൺ ചെയ്യുക, അതിൽ ടച്ചിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അടിയിൽ ബാക്ക് ടാപ്പ് എന്ന ഫീച്ചർ എനേബിൾ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഡബിൾ ടാപ്പ് ചെയ്താൽ ഇവിടെ എനിക്ക് വേണ്ടത് കൺട്രോൾ സെൻറ്റർ വരണം. അതുപോലെ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ എനിക്ക് സ്ക്രീൻഷോട്ടാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാൻ ഫോൺ റേസ് ചെയ്യാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊന്ന് ട്രിപ്പിൾ ടാപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതും വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ കൂളായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഫീച്ചർ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഹാൻഡി ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ. അടുത്തൊരു ഫീച്ചർ ഞാൻ ആൻഡ്രോയിഡിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ iOS-ൽ വളരെ ലേറ്റ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാലും വേണ്ടില്ല, ഏതായാലും എനേബിൾ ആയിട്ട് കിട്ടിയല്ലോ. അതായത് നമുക്ക് ഡിഫോൾട്ട് ബ്രൗസർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ സെറ്റിങ്സിലേക്ക് വരിക, എന്നിട്ട് നമുക്ക് ഏത് ബ്രൗസറാണോ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ബ്രൗസർ എടുക്കുക. എനിക്കിവിടെ ക്രോമാണ് വേണ്ടത്, ഞാൻ ക്രോം എടുത്തു. ഞാനൊരു പ്രാവശ്യം ഇതൊക്കെ സെറ്റ് ചെയ്തതാണ്. എന്നിട്ട് നമുക്കിവിടെ ഡിഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാൻ ഓൾറെഡി സഫാരിയിലായിരുന്നു, ഞാനിത് ക്രോമിലേക്ക് സ്വിച്ച് ചെയ്തു. ഇപ്പം നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് ക്രോം ബ്രൗസർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു കൂൾ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ എയർപോഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ആപ്പിൾ ഡിവൈസസിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ മാറ്റി മാറ്റി കണക്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ആപ്പിൾ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആപ്പിൾ ഡിവൈസസിൻ്റെ ഇടയ്ക്ക്, അതായത് iOS 14, iPadOS 14, macOS Big Sur, ഇത് മൂന്നിലും നമുക്ക് നമ്മുടെ എയർപോഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്റ്റ് ആവും. നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ്, ആപ്പിൾ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതായത് പിക്ചർ ഇൻ പിക്ചർ. എനിക്കിതൊരു ഫീച്ചർ എഴുതണം, ഞാൻ നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഫീച്ചർ എഴുതാൻ പോവാണ്. എൻ്റെ നോട്ട്സ് ഞാൻ ആപ്പിൾ ഡിവൈസസ് എന്നൊരു ടോപ്പിക്കിൽ ഞാൻ കുറച്ച് ഫീച്ചർ എഴുതാം. ആണ് പിക്ചർ ഇൻ പിക്ചർ. അതിനായിട്ട് നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകാം. എന്നിട്ട് നല്ലൊരു ഫിലിം നമുക്ക് ഷൈലൊക്കെ ഓപ്പൺ ചെയ്യാം. നമ്മത് ജസ്റ്റ് ഒന്ന് ഹോം ബട്ടണ് സ്വൈപ്പ് ചെയ്ത് നോക്കാം. പക്ഷേ ഈ ഫീച്ചർ വർക്ക് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ജസ്റ്റ് സഫാരിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്യാം. അതിനായിട്ട് ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി, നേരെ സഫാരി എടുക്കാം. ലോഡ് ആവുന്നുണ്ട്. ടാപ്പ് ടു അൺമ്യൂട്ട്. സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് വീണ്ടും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ഫുൾ സ്ക്രീനിൽ ഇട്ട് നോക്കാം. ഇനി ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം. എന്തോ ഒരു ബഗ് വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഫീച്ചർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിരുന്നു. അടുത്തൊരു കൂൾ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല കിഡിലൻ പിക്ചർ, അതായത് എനിക്കൊരു സർക്കിൾ വരയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അത് റഫായിട്ടാണ് ഉണ്ടാവുക. അത് കറക്റ്റ് നല്ല പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫീച്ചറാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം നോട്ട്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാനൊരു ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കണം. എൻ്റെ സർക്കിൾ കണ്ടല്ലോ, പക്ഷെ ഇത് ഓവൽ ഷേപ്പാണ്. ഇനി ഞാൻ കറക്റ്റ് ഒരു സർക്കിൾ വരച്ചാൽ ഇത് ഓവൽ ഷേപ്പാണ്.
സർക്കിൾ വരയ്ക്കാൻ പഠിക്കേണ്ടി വരും. ഇത് സർക്കിളാണ്, ഇതും ഓപ്പൻ. ഇത് എറേസ് ചെയ്ത് സർക്കിൾ വരച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പക്ഷെ ഞാനത് ഹോൾഡ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഇത് സർക്കിളാണ്, കടലേ സർക്കിൾ കിട്ടി. ഇനി നമുക്ക് ഒരു ലവ് സിമ്പിൾ വരക്കണം വിചാരിക്കും. അപ്പം ഞാൻ ട്രേസ് ചെയ്ത് എന്നിട്ട് ഞാൻ ഒരു ലവ് സിമ്പിൾ വരയ്ക്കുകയാണ്. എൻ്റെ ലവ് സിമ്പിൾ ആണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ലവ് സിമ്പിൾ നമുക്ക് കിട്ടി. വളരെ കൂളായിട്ടുള്ള നല്ല കിഡിലൊരു ഫീച്ചറാണ് ഇതും. ഇനി നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. അതായത് നമ്മുടെ കീബോർഡിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കീബോർഡിൽ നമുക്ക് ഇമോജി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെർച്ച് ബാർ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ സ്മൈൽ എന്ന് സെർച്ച് ചെയ്താൽ സ്മൈൽ വരും. ഇത് നല്ലൊരു അടിപൊളി ഫീച്ചറാണ്. കൂടാതെ ഒരുപാട് പുതിയ മെമോജീസ് ഇറങ്ങിയിട്ടുണ്ട്, അതായത് പുതിയ മെമോജി സ്റ്റൈലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെയധികം രസകരമാക്കാം. നെക്സ്റ്റ് പുതിയൊരു ആപ്ലിക്കേഷനാണ്, ഫീച്ചറല്ല, പുതിയൊരു ആപ്ലിക്കേഷനാണ് ട്രാൻസ്ലേറ്റർ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയ ഭാഷയിലേക്ക് അത് ആപ്ലിക്കേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തു തരും. അതിൻ്റെ സൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എനിക്ക് അറബിയിൽ വലിയൊരു നോളജ് ഇല്ല, എനിക്കെന്ന് വെച്ചാൽ സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷിൽ വെർ ഇസ് ദ ബസ് സ്റ്റോപ്പ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നോക്കാം. ഞാനിനി ജസ്റ്റ് വെർ ഇസ് ദ ബസ് സ്റ്റോപ്പ്. അടിപൊളിയായിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബസ് സ്റ്റോപ്പ് ആണ് പറഞ്ഞത്, നമ്മൾ വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞു കൊടുത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഏതായാലും ഫീച്ചർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ലാംഗ്വേജ് അറിയാതെ എവിടെയെങ്കിലും പോയിട്ട് ബുദ്ധിമുട്ടാവുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. ഏതൊക്കെ ലാംഗ്വേജസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ലാംഗ്വേജസ് ഇല്ല. ഹിന്ദി, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി, ഉറുദു, തെലുങ്ക്, കന്നഡ ഇതൊന്നും ഇതിൽ അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. വരുമായിരിക്കും, ഭാവിയിൽ വരുമായിരിക്കും. ഓക്കെ, ഈ ഒരു ഫീച്ചർ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇനി അടുത്തത് ഒരുപാട് സമയമായിട്ട് ആപ്പിൾ യൂസേഴ്സ് വെയിറ്റ് ചെയ്യുന്നൊരു ഫീച്ചറാണ് മിറർ സെൽഫി. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഫ്ലിപ്പ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് നമുക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ട് പലരും ഫോട്ടോ എടുത്തതിന് ശേഷം എഡിറ്റേഴ്സ് ഉപയോഗിച്ച് ഒന്നിലേക്ക് ഫ്ലിപ്പ് ചെയ്യും, അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതിനൊരു സൊല്യൂഷനായിട്ട് ആപ്പിൾ മിറർ സെൽഫി എന്നൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം, അതിൽ ക്യാമറ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇതിൽ മിറർ ഫ്രണ്ട് ക്യാമറ എന്നത് എനേബിൾ ആക്കിയിടാം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഒരു കണ്ണാടിയിൽ നിന്ന് എങ്ങനെ എടുക്കാം ആ രൂപത്തിൽ നമുക്ക് കിട്ടും. അതായത് നമുക്ക് കറക്റ്റ് എങ്ങനെയാണോ നമ്മളുള്ളത് ആ രൂപത്തിൽ നമുക്ക് കിട്ടും. എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, എന്നാലും വേണ്ടില്ല, കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് അല്ലേ, അതുകൊണ്ട് എങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. മറ്റൊരു കാര്യം, iOS 14 ഇത്ര ഫീച്ചേഴ്സ് ഒന്നല്ല പുതിയതായിട്ട് വന്നിട്ടുള്ളത്, ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇറ്റ്സ് മീ അഫ്സുൽ, ബൈ.